ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓറീസയിൽ നിന്നും ചെലവസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് താൻ ഇന്ന് താമസിക്കുന്ന സ്ഥലം വാടകയ്ക്കാണ്. എന്നാൽ കഴിഞ്ഞ 20 മുകളിൽ വർഷമായി അവിടെ താമസിക്കുന്നു. പല സമയങ്ങളായിട്ട് താൻ ആ സ്ഥലത്തിന് പൈസ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ദൈവം ഇടപെടുകയും ആ സ്ഥലം തനിക്ക് എഴുതി കൊടുക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ഒറീസയിൽ നാളുകൾക്ക് മുമ്പ് മറ്റൊരു സ്ഥലത്ത് താൻ കുറച്ച് ഇടം വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് വേഗത്തിൽ വിൽക്കുകയും തനിക്ക് ഈ സ്ഥലം വാങ്ങിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മകളിപ്പോൾ യു കെയിലായിരിക്കുന്നു. മകൾക്ക് മഞ്ജു എന്നാണ് പേര്. മഞ്ജുവിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ലഭിക്കുകയും അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയരെ, എൻ്റെ കൂടെ എത്ര പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? കണ്ണുകൂടെ നടക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വഴിയും കൂടെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. കാരണം ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് പ്രിയരെ. അല്ലെങ്കിൽ ദൈവരാജ്യം വർദ്ധിക്കേണ്ടതിനായിട്ട്, സുവിശേഷീകരണം വർദ്ധിക്കേണ്ടതിനായിട്ട് പല മീഡിയ മാർഗത്തിൽ ഈ എപ്പിസോഡുകൾ കടന്നു പോകുമ്പോൾ ഇതുവരെയും കാണാത്ത, ഇതുവരെയും കേൾക്കാത്തവർ ഇത് കേൾക്കുകയും അല്ലെങ്കിൽ അവരും കൂടെ ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചെലബസസിന് വേണ്ടി തന്നെ ഈ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഭയങ്കര മറുപടി ലഭിക്കേണ്ടതിനായിട്ട് നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ചെലബസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നായിരിക്കുന്ന സ്ഥലം തന്നെ ഏൽപ്പിക്കേണ്ടതിനായിട്ട് ദൈവം തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം. താമസിക്കുന്ന സ്ഥലം കഴിഞ്ഞ 20 പരം വർഷമായിട്ട് ദൈവത്താൽ അവിടെ ആക്കിയിരിക്കുന്നല്ലോ അപ്പ. സ്വർഗം അത് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ ആ ദേശത്തിൽ മറ്റൊരു സ്ഥലം തനിക്ക് വിൽക്കാനുണ്ടല്ലോ അപ്പ. അത് അത്ഭുതകരമായി സെയിലാകേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണമേ അപ്പ. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ തൻ്റെ മകൾ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ തനിക്ക് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ചെലബസസെ തൊടുന്നതിനായിട്ട്, തൻ്റെ ഹസ്ബൻഡിനെ തൊടുന്നതിനായിട്ട്, തൻ്റെ ഹസ്ബൻഡും കൂടെ തൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആഴത്തിൽ അറിയുവാനായിട്ട് കർത്താവെ പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ ചെലബസസിൻ്റെ മകൻ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അവർ കർത്താവിൽ ഒരുമിക്കുകയും ഹല്ലേലൂയ അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനിക്കണമേ അപ്പ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെലബസസിനെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. അല്ലെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഏത് സാഹചര്യത്തെയും ജയിക്കാൻ പറ്റും. പ്രാർത്ഥനയ്ക്ക് ഏത് സാഹചര്യത്തെയും ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ഹല്ലേലൂയ അവൻ്റെ പേരിൽ ജയത്തിൻ്റെ വലിപ്പങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ നിലയിൽ നിൽക്കുമ്പോൾ നമ്മളിന്ന് ചില വിടുതലുകൾക്ക് വേണ്ടിയാണ് ഇവിടെ കൂടി വരുന്നത്. കൂടി വരുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, നമ്മളിത് സത്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതിനകത്ത് നമ്മളെത്രത്തോളം ഒരുങ്ങുമോ ഈ ദൈവസന്നിധിയിൽ വന്ന് നമുക്ക് നൂറുകണക്കിന് ചിന്തകൾ കാണാം, നൂറുകണക്കിന് വിഷയങ്ങൾ കാണാം. എന്നാൽ ഹല്ലേലൂയ ആ വിഷയത്തിൻ്റെ മധ്യത്തിലെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് ഹല്ലേലൂയ നമുക്ക് ആ വിടുതൽ ലഭിക്കുന്നുള്ള ഉറപ്പിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇത് സ്വീകരിക്കണം. ഹല്ലേലൂയ. ഒരുമിച്ച് എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ എത്രത്തോളം ഒരുങ്ങുമോ അത്രത്തോളം ദൈവം എൻ്റെ വെളിയിൽ അത് പകരും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ ഹല്ലേലൂയ വിശുദ്ധി എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു തീരുമാനമോ ഹല്ലേലൂയ അതിനപ്പുറത്തായിട്ട് സ്വർഗത്തിൽ അശുദ്ധിയില്ല. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, സ്വർഗത്തിൽ അശുദ്ധിയില്ല. സ്വർഗത്തിൻ്റെ ക്ലൈമറ്റാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ഈ ക്ലൈമറ്റിനോട് ചേരുമെങ്കിൽ നിങ്ങളുടെ മേലിൽ നിൽക്കുന്ന അശുദ്ധികൾ മാറും. നിങ്ങളുടെ മേലിൽ നിൽക്കുന്ന അശുദ്ധികൾ മാറും.
കാരണം സ്വർഗത്തിൻ്റെ നിഴലായിട്ടാണ് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് 1 മിനിറ്റ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവെ ഞാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കുകയാണ്. ഞാൻ വന്നത് ഒത്തിരി പ്രശ്നത്തിലാണ്, ഒത്തിരി പ്രതികൂലത്തിലാണ്. പക്ഷേ ഞാൻ ഈ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ ഞാനൊരു ക്ലൈമറ്റ് അനുഭവിക്കുന്നു. എൻ്റെ വീട്ടിലെ ക്ലൈമറ്റ് അല്ല, ഞാൻ കയറിയ ബസ്സിലെ ക്ലൈമറ്റ് അല്ല, ഇവിടെ ഒരു ആരാധനയുടെ ക്ലൈമറ്റ് നിൽക്കുകയാണ്. ഇവിടെ ഒരു ആരാധനയുടെ ക്ലൈമറ്റ് നിൽക്കുകയാണ്. ആ ക്ലൈമറ്റിലേക്ക് എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗീയമായ അനുഭവങ്ങൾ എൻ്റെ മേലിൽ സംഭവിക്കാൻ പോകുകയാണ്. സ്വർഗീയമായ അനുഭവങ്ങൾ എൻ്റെ മേലിൽ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ ചേർന്ന് സ്വർഗീയമായ ചിലത് ഇപ്പോൾ നിൻ്റെ മേലിലേക്ക് പകരപ്പെടുന്ന ഒരു ക്ലൈമറ്റിലാണ് നീ വന്നു നിൽക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഉടമന മനമന ഘടക ശധര മനമന ഘടക ശബദന മനഘടക സന്ധര മനഘടക ശബദന മനമന ഘടക സന്ധര മനമന ഘടക. അറിയാം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയുടെ ക്ലൈമറ്റ് കണ്ടാൽ നിങ്ങൾ കുടയെടുക്കത്തില്ലേ? ഇതേപോലെ ഇതിനകത്ത് എന്തോ ആരാധനയുടെ ക്ലൈമറ്റിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾ ചിലത് ഈ മിനിറ്റിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ, നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ നിന്നെ ഒരുക്കാൻ തുടങ്ങിയാൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന എന്തൊക്കെയോ നിങ്ങളുടെ മേലിൽ പെയ്തിറങ്ങാൻ പോകുകയാണ്. എന്തൊക്കെയോ നിങ്ങളുടെ മേലിൽ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവർ നിങ്ങളെ ശ്രദ്ധിക്കണം. ഈ വചനത്തെക്കുറിച്ച് പറയുന്നത് അറിയാം, ഈ പുസ്തകത്തിന് മാറ്റമില്ല കേട്ടോ. ഈ പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഒരു മാറ്റമില്ല. അല്ലെങ്കിൽ ഇത് അമേരിക്കയിലും അറിയാം, ഇന്ന് എവിടെയാണെങ്കിലും ഈ പുസ്തകത്തിന് മാറ്റമില്ല. വിശ്വസിക്കുന്നവർ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാറ്റമില്ല എന്ന് പറയുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞ് മാറ്റമില്ല. അറിയാം, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. വചനത്തിന് മാറ്റമില്ലെങ്കിൽ ഹല്ലേലൂയ, മാറ്റം വരേണ്ടത് എനിക്കാണ്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, വിത്ത് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. വിത്ത് പല പാടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഒരേ വിത്താണ് കൊണ്ടിറക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ചിലയിടങ്ങളിൽ 100 മേനി കിട്ടാറില്ല. പക്ഷെ വിത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിത്തിന് കുഴപ്പമില്ല. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 1 പത്രോസ് ഹല്ലേലൂയ അതിൻ്റെ 1-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 23-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. കെടുന്ന ബീജത്താലല്ല, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവം വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നത് പറഞ്ഞാട്ടെ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറയും. നിങ്ങൾ വീണ്ടും ജനിച്ചത് ഈ വചനത്തിനകത്താണെങ്കിൽ ഇനി എന്തെല്ലാം നോക്കിയാലും നിങ്ങൾ കെട്ടുപോകത്തില്ല. അപ്പം നമ്മൾ ഈ അനുഭവിക്കുന്ന ഭാരോ പ്രയാസത്തിൻ്റെ ഒക്കെ നടുവിൽ നിങ്ങൾ ഈ വചനത്തിനകത്ത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് പറയണം, ഹല്ലേലൂയ, കർത്താവ് എന്നെ വിടുവിക്കും നിശ്ചയം. ഹല്ലേലൂയ, കർത്താവ് എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വാക്യം കൂടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് മനസ്സിലാകും. സകല ജഡവും ഹല്ലേലൂയ പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോകുന്നു. ഹല്ലേലൂയ. എന്നാൽ 25-ാമത്തെ വാക്യം, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച ഹല്ലേലൂയ വചനം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടോ? ഈ വചനത്തിന് മാറ്റമില്ല കേട്ടോ. വചനത്തിന് മാറ്റമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ വചനമാകുന്ന വിത്തിനകത്തോട്ട് നമ്മളൊന്ന് വരികയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിനകത്താണ് ഞാനും ജീവിക്കാൻ പോകുന്നത്. ഈ വചനത്തിനകത്ത് നമ്മൾ ഹല്ലേലൂയ ചില സെഷനുകൾ കണ്ടിന്യൂ വരികയാണല്ലോ. ആമുഖമാണ് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വചനത്തിന് മാറ്റമില്ല. വചനം കെടാത്തതാണ്. ഈ വചനം നിങ്ങളുടെ ഏത് അനുഭവത്തിനകത്തും നിങ്ങൾക്ക് വിടുതൽ കൊണ്ടുവരും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, വചനത്തിന് മാറ്റമില്ലെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഇനി ഹല്ലേലൂയ ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുന്നു. 13-ാം അധ്യായത്തിലേക്ക് വരികയാണ്. വേഗത്തിൽ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. 13-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ ഹല്ലേലൂയ വിധക്കാരനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ 13-ന്റെ ഹല്ലേലൂയ 2 മുതലുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് ഹല്ലേലൂയ 13-ന്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച്. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്ന് കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു.
ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളും മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. നിങ്ങൾ നോക്കേ, ചെവിയുള്ളവൻ കേൾക്കും. വിതക്കാരന്റെ ഉപമ പറഞ്ഞിട്ട് പറയാണ്, വിതക്കാരനെ കുറിച്ച് പറഞ്ഞിട്ട് ചിലത് വീണ സ്ഥലങ്ങളെ കുറിച്ച് പറയാണ്. എന്നാൽ 7ാമത്തെ വാക്യം പറയുന്നു, മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു. ഈ മുള്ള് എന്നുള്ളത് അവസാന സെഷനിലേക്ക് വരുമ്പോൾ ഞാൻ പ്രസംഗിക്കും. ആമുഖം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. മുള്ളിനിടയിൽ വീണു, മുള്ളു വളർന്നു, മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം താഴോട്ട് വന്നിട്ട് 8ാമത്തെ വാക്യം പറഞ്ഞു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ഒന്ന് കര ഉയർത്തി പിടിച്ചോടെ. നല്ല നിലത്ത് വീഴുകയാണ് അത്, നല്ല നിലത്ത്. അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവർ ഇപ്പോൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ നല്ല നിലത്തേക്കാണ് ഇപ്പോൾ ഒരുക്കപ്പെടുന്നത്. ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. നിങ്ങൾ വന്നത് 100 പ്രശ്നങ്ങളിൽ 100 ചിന്തകളിലാണ് വന്നത്, പക്ഷെ നല്ല നിലത്ത് വീണ വിത്ത്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ, നല്ല നിലത്ത് വീണ പ്രത്യേകത, വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഹല്ലേലൂയ, അത് മുളച്ചിരിക്കും. ഹല്ലേലൂയ, അത് ഫലം കൊണ്ടുവന്നിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 2 മണിക്ക് മുമ്പേ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല നിലമാക്കാൻ കഴിയുന്ന നിലയിലാണ് നിൽക്കുന്നെങ്കിൽ കർത്താവിനോട് പറയുന്നു, അടുത്ത മണിക്കൂറുകളിൽ വിതയക്കാരൻ വിതയ്ക്കുന്നവൻ സന്തോഷിക്കുന്ന നിലയിൽ, വിതയ്ക്കുന്നവൻ സന്തോഷിക്കുന്ന നിലയിൽ നിന്നിൽ ഒരു കൊയ്ത്തിന് സമയമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ മുഴുവൻ ഹല്ലേലൂയ, വിതക്കാരൻ സന്തോഷിക്കുന്ന നിലയിൽ, കർത്താവ് സന്തോഷിക്കുന്ന നിലയിൽ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിലകളിൽ താഴോട്ട് ഹല്ലേലൂയ സംസാരിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, ചെവിയുള്ളവർ ഇത് കേൾക്കണം. എന്നിട്ട് 10ാമത്തെ വാക്യത്തിലേക്ക് വന്നു പറഞ്ഞു, പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്ന എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഇതിനകത്തിരിക്കുന്നവർ ലോകക്കാരെ പോലെയല്ല. വചനത്താൽ വീണ്ടും ജനിച്ചവരോട് പറയുന്നു, ഈ കേൾക്കുന്നതിനെ ഗ്രഹിക്കാൻ നിങ്ങൾക്കൊരു വെളിപ്പാട് കർത്താവ് തന്നിട്ടുണ്ട്. ഈ കേട്ടതിനെ ഗ്രഹിക്കാൻ നിങ്ങൾക്കൊരു വെളിപ്പാട് കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ മുതൽ അതിനകത്ത് ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. അടുത്ത വാക്യം പറയുന്നു, ഉള്ളവന് കൊടുക്കും. ഹല്ലേലൂയ, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോ അവനുള്ളതും കൂടെ എടുത്തു കളയും. ഹല്ലേലൂയ. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ ഉള്ളവന് കൊടുക്കും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവന് ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് ദാഹമുള്ളവന് വീണ്ടും കൊടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രാപിച്ചവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനും ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വന്ന് നിൽക്കുന്നത്. ഈ 3 ദിവസം ഒരു സമയം കഴിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നിൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി തകർച്ചകൾ വന്നിട്ടുണ്ടാകാം, നിൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നീ വിധേയക്കാരനെ പോലെ ഒന്നുകൂടെ ആ വിത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നലെ കിളിർക്കാത്തത്, ഇന്നലെ നടക്കാത്തത്, ഇന്നലെ മുളയ്ക്കാത്തത് ഇന്നത്തെ മീറ്റിങ്ങിൽ നിന്നിൽ പൊങ്ങും. ഇന്നത്തെ മീറ്റിങ്ങിൽ നിന്നിൽ പൊങ്ങും. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ. ഇന്നലകളിൽ ശത്രു കൊണ്ടുപോയതിനകത്ത്, ഇന്നലകളിൽ അവയിലേക്ക് പോയത്, പക്ഷേ കർത്താവ് ഇന്ന് വീണ്ടും നിന്റെ വെളിയിൽ ഒരു വിധ നടത്തുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിൽ നിനക്ക് ഒരവസരം കൂടെ ഈ ആരാധനയിൽ ദൈവം തരികയാണ്. അതിനകത്ത് പിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പിടിച്ചോ. നീ പൊങ്ങുന്നത് കാണാൻ പറ്റും, നിന്നിനകത്തുനിന്ന് ഫലം വരുന്നത് കാണാൻ പറ്റും, നിന്റെ അകത്തുനിന്ന് സൗഖ്യം വെളിപ്പെടുന്നത് കാണാൻ പറ്റും, നീ ഒരു അനുഗ്രഹമാകുന്നത് കാണാൻ പറ്റും, നിന്റെ വെളിയിൽ ചിലത് സംഭവിക്കുന്നത് കാണാൻ പറ്റും. ആത്മാവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വീകരിക്കുക. ഞാൻ ഇങ്ങനെ ഒന്ന് കയറി പറയും, കുറ്റം പറഞ്ഞവർക്കും കൂടെ നിന്നിൽ നിന്ന് ചിലത് വെളിപ്പെടും. അത് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നത് എനിക്ക് കാണാം. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് സൂമിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു മുഴുവൻ, ഈ വിതയ്ക്കകത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ
വിതയ്ക്കകത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ, ഒന്നുകൂടെ നേൽപ്പിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഇതിൻ്റെ ആഴം പറഞ്ഞു. ഹല്ലേലൂയ. ചിലവർ ചോദിക്കാറുണ്ട്, എത്ര മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടും വിടുതൽ നടക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. അതിൻ്റെ ആഴം കൂടെ അടുത്ത ഭാഗം കർത്താവ് തന്നെ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ ആഴം അവിടെ കൊടുക്കുകയാണ്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക്, 18-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ശിഷ്യന്മാർക്കൊന്നും പിടികിട്ടില്ല കേട്ടോ, എന്നെ നിങ്ങളെ പോലെയായിരുന്നു. അറിയാം, കർത്താവിന്റെ ആഴം അവരോട് സംസാരിച്ചു. 19-ാമത്തെ വാക്യം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ. ഇതാണ് ഇതിന്റെ ആഴം. നിങ്ങൾ ഇവിടെ വന്ന് കൈ ഉയർത്തിയെന്നോ പ്രാർത്ഥിച്ചെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ നിങ്ങളുടെ അകത്ത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ എഴുതി ഗ്യാരണ്ടി പറയാം, നിങ്ങളുടെ വിടുതൽ നിലനിൽക്കത്തില്ല. നിങ്ങളിനി 100 സ്ഥലത്ത് പോയാലും, ബെന്നിഹിന്റെ അടുക്കൽ പോയാലും നിങ്ങളുടെ വിടുതൽ നിലനിൽക്കത്തില്ല. കാരണം ഹല്ലേലൂയ, ഈ വചനത്തിന് മാത്രമേ നിന്നെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഈ വചനത്തിന് മാത്രമേ നിന്നെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് ഹല്ലേലൂയ. അത്ഭുതങ്ങൾ എല്ലാ സ്ഥലത്തും സംഭവിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, മല കയറിയാലും ചിലവർക്ക് അത്ഭുതം വരും, നിലത്തുരുണ്ടാലും അത്ഭുതം വരും. പക്ഷേ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ, എഴുന്നേറ്റ് നടന്ന് അറിയാം വീട്ടിൽ ചെന്ന് ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ രോഗം പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരാഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പിന്നെ സാക്ഷ്യം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ രോഗങ്ങളിലേക്ക് പോകുന്നേ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാവോ? ഈ അകത്ത് കയറിയത് ഗ്രഹിക്കാഞ്ഞതുകൊണ്ട്, അകത്ത് കയറിയത് ഗ്രഹിക്കാഞ്ഞതുകൊണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. എന്നാൽ ഈ വചനത്തിനകത്ത് നിൽക്കുന്നവരോട് പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വചനം നിത്യത വരെയും നിലനിൽക്കുന്നതാണ്. ഈ വചനം സ്വർഗത്തിൽ വരെയും നിലനിൽക്കുന്നതാണ്. ഈ വചനമേ നിന്നെ നിലനിർത്തത്തുള്ളൂ. ഈ വചനമേ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. ഈ വചനം മാത്രമാണ് നിന്നെ അടുത്ത നിലയിലേക്ക് നടത്താൻ പോകുന്നത്. ഈ വചനത്തിനകത്ത് നിലനിൽക്കുന്ന വിടുതലുകൾ മാത്രമേ കർത്താവ് തരാവൂ. അല്ലാത്തത് നാളുകളിൽ ദൈവനാമത്തിന് പ്രശ്നമായി മാറാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഞാൻ ഇത്രയും പ്രസംഗിക്കുന്നതിൻ്റെ ആഴം, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിധേയപ്പെട്ടത് എടുത്തു കളയുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ നോക്കാം, ഇവിടെയാണ് ആഴം നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദുഷ്ടനെ മാറ്റി നിർത്തിയിട്ടില്ല. ഹല്ലേലൂയ. ദുഷ്ടൻ അതിനകത്ത് വന്ന് ആ വിതച്ചതിനെ എടുത്തുകൊണ്ട് പോയി. വിതച്ചതിനെ എടുത്തുകൊണ്ട് പോയി. ഈ വചനത്തിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വചനത്തെ അകത്തോട്ട് കയറുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, 119 സങ്കീർത്തനം 165 വാക്യം നിങ്ങൾ സ്വീകരിക്കണം. 119 സങ്കീർത്തനം 165 വാക്യം നിങ്ങൾ സ്വീകരിക്കണം. അറിയാം, ഒരുമിച്ച് എൻ്റെ കൂടെ. അറിയാം, 165 വാക്യം കാണാതെ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഹല്ലേലൂയ. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്. ഹല്ലേലൂയ. 119 165. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം. ഒന്ന് കൈ ഉയർത്തി. നിന്റെ വിടുതലിന്റെ ലക്ഷണം ഞാൻ വിളിച്ചു പറയാം. നിന്റെ മേളിൽ വ്യാപരിക്കുന്ന സമാധാനമാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇങ്ങനൊരു പദം വിളിച്ചു പറയും. ഞാനും നിങ്ങൾ വലിയ ആത്മീകരായതുകൊണ്ട് വിടുതൽ ആത്മാവിൽ ആദ്യം വെളിപ്പെടുന്നതാണ്. വിടുതൽ ആദ്യം വെളിപ്പെടുന്നത് അകത്താണ്. അടുത്ത സെഷനിൽ ഞാൻ ഇതിൻ്റെ ആഴം തോടും. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിന്റെ വിടുതൽ നിലനിൽക്കുന്നു, നിന്റെ വിടുതൽ വെളിപ്പെടുന്നു എന്നും ചിന്തിക്കുന്നത് നിന്റെ അകത്തു വരുന്ന സമാധാനത്തിലാണ്. നിന്റെ അകത്തു വരുന്ന സമാധാനത്തിലാണ്. അകത്തു വരുന്ന സമാധാനത്തിലാണ്. ആരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, നിന്റെ രോഗസൗഖ്യം നിന്റെ അകത്തു വരുന്ന സമാധാനത്തിലാണ്. നിന്റെ വസ്തുവിൻ്റെ വിൽപ്പന നിന്റെ അകത്തു വരുന്ന സമാധാനത്തിലാണ്. നിന്റെ ജോലിയുടെ നന്മ നിന്റെ അകത്ത് വരുന്ന സമാധാനത്തിലാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് ഇതിനകത്ത് ആരാധനയിൽ വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, അകത്ത് വെളിപ്പെടുന്ന ചിലത് നിന്നെ അടുത്ത നിലയിലോട്ട് കൊണ്ടുപോകും. ഈ വചനം അകത്തോട്ട് കയറുന്നതാണ്. എബ്രായ ലേഖനക്കാരൻ പറയുന്നു, ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണ്. സകല സന്ധികളെയും മച്ചകളെയും വേർതിരിച്ച് ഉള്ളത്തിലേക്ക് കയറുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് ഡോക്ടർമാർക്ക് തെറ്റും, നിനക്ക് തെറ്റത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ
ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഈ ആരാധനയിൽ ആരൊക്കെയോ തലമുറയുടെ വിടുതൽ കാണുന്നു. വചനം പാറയെ തകർക്കുന്ന ചുറ്റികലാണ്. നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് പാറ പോലെ നിൽക്കുന്ന ചിലത് ഈ വചനത്തിന്റെ ശക്തിയിൽ ഇന്ന് പൊട്ടും. ഈ പ്രവചന സന്ദേശം കേൾക്കണം. അറിയാം, സഭ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് മാറിയിരിക്കും. പിന്നെ നടക്കുന്ന വിടുതലും സൗഖ്യങ്ങളും എല്ലാം അത് പൈശാചിക ശക്തിയിൽ നിന്നായിരിക്കും വെളിപ്പെടുന്നത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നത് സ്വീകരിക്കുക. ഉടമനഘടക വ്യക്തികൾക്ക് സഭയിൽ സ്ഥാനമില്ല, ദൈവത്തിന് മാത്രമാണ് സ്ഥാനം. ഞാൻ എന്നെ ഉയർത്താനല്ല ഈ ആരാധനയിൽ നിൽക്കുന്നത്, എന്നെ വിളിച്ചവനെ ഉയർത്തുക. അല്ലാത്ത സൗഖ്യങ്ങൾ നിലനിൽക്കത്തില്ല, അല്ലാത്ത വിടുതലുകൾ നിലനിൽക്കത്തില്ല. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കരമടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ശബദന മനമന ഘടക, ഉടമന മനമന ഘടക, ശബദന മനമന ഘടക, സംധന മനമന ഘടക. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് മനുഷ്യനല്ല, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ ആരാധനയിൽ ഇറങ്ങട്ടെ. ഒന്ന് ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചലിക്കുക. ശബദന മനമന ഘടക, ശബദന മന. ഫോക്കസ് മാറുക. മനുഷ്യന്റെ മുഖത്തേക്ക് നീ നോക്കരുത്. ഈ ആലയത്തിൽ വന്നെങ്കിൽ ദൈവത്തിലേക്ക് നോക്കുക. മനുഷ്യനെ നോക്കിയാൽ നീ എറണാകുളത്തുള്ള എല്ലാ ആരാധനകൾക്കും പോകും. പക്ഷെ ദൈവത്തെ നോക്കിയാൽ നീ ഓരോ സ്ഥലത്ത് ശാന്തിയും. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങേ നോക്കാതെ ഞങ്ങൾ മനുഷ്യനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളെ തന്നെ ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ കേൾക്കുന്ന വചനത്തെ നിങ്ങളുടെ അകത്ത് കയറ്റുക. ഹല്ലേലൂയ. സ്വർഗരാജ്യം ഒരു മനുഷ്യന്റെ, ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ടും ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കുന്നത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടതാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി. വചനത്തിന് മാറ്റമില്ല കേട്ടോ, വചനത്തിന് മാറ്റമില്ല. നീ നിന്നെ തന്നെ ഇന്ന് ഒരുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ സ്വീകരിക്കുക. ഈ പറയുന്ന പദങ്ങളെ അതേപോലെ സ്വീകരിക്കുക. സഭ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്ന് കണ്ണടച്ചിട്ട്, കർത്താവേ എൻ്റെ ഫോക്കസ് അങ്ങിലാണ്. ഈ ആരംഭ സെഷൻ അതിനകത്താണ് നിൽക്കുന്നത്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞാൻ അധികത്തിൽ അങ്ങേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മരിച്ചത് മനുഷ്യനല്ല, എനിക്ക് വേണ്ടി മരിച്ചത് പാസല്ല, എനിക്ക് വേണ്ടി മരിച്ചത് ഒരു മനുഷ്യനല്ല. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ടും ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന്, ഹല്ലേലൂയ, വിത്ത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. എൻ്റെ കൂടെ ചേർന്ന് മുള്ളെന്നുള്ളത് ഞാൻ തൊടും അവസാനം കേട്ടോ. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമോ? എൻ്റെ കൂടെ ചേർന്ന് ഈ മിനിറ്റിൽ സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തെക്കാൾ വലുതായി നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മടങ്ങി വരാൻ തീരുമാനിക്കുന്നതാ മാനസാന്തരം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ടത് വേറെ ഒന്നിനും ഞാൻ കൊടുക്കത്തില്ല. ഓ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കരം ഉയർത്തിപ്പിടിച്ച്. അവയെങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇവൻ നിലവിളിച്ച് ഹോ കേട്ടെന്ന് വചനം പറഞ്ഞതുപോലെ കർത്താവെ, 2009 ഡിസംബർ 21 എൻ്റെ ഒരു ബ്രസ്റ്റ് എടുത്തതാണ് ക്യാൻസർ മൂലം. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇവിടെ വരാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം എനിക്ക് ചെക്കപ്പും മാമോഗ്രാഫി ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ട് എല്ലാ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ വന്ന് സാക്ഷി പറയണമെന്ന് മാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു. എന്മന്മേഹോവേ വാഴ്ത്തുക, എന്മന്മേഹോവേ വാഴ്ത്തുക. എൻ്റെ കർത്താവ് ചെയ്തിരുന്ന സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ള മകളായി ജീവിപ്പാൻ കർത്താവ് ചെയ്ത സകല നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഒരുമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിൻസി, ഞാൻ ചവറയിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ ലൈഫിൽ ചെയ്ത 3 പ്രധാന കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തേന്ന് പറയുന്നത്, ഞാൻ 2021 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൈറോയിഡിൽ ഒരു ട്യൂമർ വന്നു.
ആദ്യം അത് ചെക്ക് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല, ബിനൈൻ ട്യൂമറാണ്, പകുതി ലോബ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം 2022 അത് ഒന്നുകൂടെ FNA ചെയ്ത് നോക്കിയപ്പം അതിൽ എനിക്ക് ക്യാൻസറാണ്, അത് ഫുള്ള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞു, ഫുള്ള് റിമൂവ് ചെയ്തു. എന്നാൽ ബയോപ്സിക്ക് കൊടുത്തപ്പം അതിനകത്ത് ഏറ്റവും എഡ്ജിൽ വരെ ആ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബോഡിയിലും ബാക്കിയുള്ള ടിഷ്യൂസിലും ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു, ജൂനിയർ ഡോക്ടേഴ്സാണ് ഇരിക്കുന്നത്. അന്നേരം അവർ പറഞ്ഞു RCCയിലോട്ട് റെഫർ ചെയ്യണം. അന്നേരം എൻ്റെ മമ്മി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മോളെ RCCയിലോട്ട് വിടല് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ RCC ചെന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണെങ്കിൽ 7 മാസത്തോളം അത് ഡിലേ വരും. അപ്പോഴത്തേക്കും എൻ്റെ ബാക്കിയുള്ള സെൽസിലോട്ടും ഇത് പടരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, എന്നാൽ RCC കാണിക്കണ്ട, ന്യൂക്ലിയർ മെഡിസിൻ സെക്ഷനിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കാണിച്ചു. അന്നേരം അവർ പറഞ്ഞു RCC വിടണ്ട, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് എന്നെ വെളിയിൽ കൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചർച്ചയിൽ വരുന്നത്. അന്നേരം ഇവിടെ ചർച്ചയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ജൂണിൽ കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പം എൻ്റെ ദേഹത്ത് ക്യാൻസറിൻ്റെ സെൽസ് ഒന്നുമില്ല, ക്യാൻസർ പൂർണ്ണമായിട്ട് മാറിയെന്ന് പറഞ്ഞു. ക്യാൻസറിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേന്ന് പറയുന്നത്, സർജറി കഴിഞ്ഞ് എനിക്ക് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കണം. സാധാരണ സർജറി കഴിഞ്ഞ ഒരാൾക്ക് 50 അല്ലെങ്കിൽ 75 ഡോസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് 150 ഡോസ് വെച്ച ടാബ്ലറ്റ്സ് വന്നു. അന്നേരം ഞാൻ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, കുറച്ച് നേരം നിൽക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങും, എൻ്റെ ബോഡിയൊക്കെ പെയിൻ ആയിരിക്കും. മെൻ്റലി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, എനിക്ക് കരച്ചിലൊന്നും പെട്ടെന്ന് ഞാൻ കരയും. അങ്ങനെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്ത്. കേൾക്കുന്നവർക്ക് അത്ര അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്ന സമയത്താണ് ഞാൻ ഈ ചർച്ചയിൽ വന്നത്. എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ 5-6 മണി വരെയൊക്കെ കണ്ണുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാത്രി കരഞ്ഞുകൊണ്ടാണ് ബെഡിൽ കിടന്നത്. അന്നേരം ഞാൻ ഈ ചർച്ചിൽ വന്നത്. അന്നേരം പാസ്റ്റർ പറഞ്ഞു, മോളെ നിനക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. അന്നോട്ട് എനിക്ക് ഉറക്കമുണ്ട്, ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം സ്ട്രോങ് ആയി. മൂന്നാമത്തേന്ന് പറയുന്നത്, ഞാൻ 2020 +2 പാസ് ഔട്ടായ വ്യക്തിയാണ്. പിന്നെ എനിക്ക് എൻ്റെ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ MBBS പഠിക്കും എന്നായിരുന്നു എൻ്റെ വാഗ്ദത്തം. പക്ഷേ എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം എനിക്കറിയാം സെൽഫിലൊരു കോളേജിൽ കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാൽ അതിൻ്റെ ഫീസൊന്നും എൻ്റെ വീട്ടിൽ അത്ര അഫോർഡബിൾ അല്ലായിരുന്നു. അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇപ്രാവശ്യം അഡ്മിഷൻ നേടണം, എനിക്ക് എവിടെയെങ്കിലും ഇപ്രാവശ്യം അഡ്മിഷൻ കിട്ടണം. 3 വർഷമായി എനിക്ക് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ബുധനാഴ്ച ഓഗസ്റ്റ് 2-ാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം പാസ്റ്റർ പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, എല്ലാം കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 8-ാം തീയതി എനിക്ക് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അന്നേരം പൈസയൊന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ പാസ്റ്റർ പറഞ്ഞു പേടിക്കേണ്ടെന്ന് പറഞ്ഞ ആ വാക്കിൽ ഞാൻ കർത്താവിൽ വിശ്വസിച്ചു. ഞാൻ പോയി സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി. ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയായി. അന്നേരം എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞായറാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ക്യാഷ് ഫുള്ള് റെഡി ആയിട്ടില്ല. പാസ്റ്റർ പറഞ്ഞു, മോളെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ അഡ്മിഷൻ എടുക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ ക്യാഷ് എല്ലാം റെഡിയായി. ഞാൻ പോയി DD എടുത്തു. ബുധനാഴ്ച ഞാൻ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു. കർത്താവ് ചെയ്തതിനായി നന്ദി. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായിട്ട് അറിയാം കുടുംബമായി സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ദൈവം ഭയങ്കരമായ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം ഇന്ന് ചിലവരെ തൊടാൻ പോവുകയാണ്. എൻ്റെ കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ആഴത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കാമോ പ്രിയരെ? ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളെ തൊടും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ സൗഖ്യം വെളിപ്പെടും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്കായിട്ട്, തലമുറയിൽ വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി കരയുന്നവർക്ക് കർത്താവേ ഇന്നൊരു അത്ഭുതം അങ്ങ് ചെയ്യാൻ പോവുകയാണ്. അങ്ങയുടെ കരം അങ്ങ് നീട്ടിയതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയച്ചതിനായി സ്തോത്രം.
സ്തോത്രം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അപ്പാ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് പൂർണ്ണ വിടുതൽ വെളിപ്പെടുകയാണ്. നാളുകളായി വിവാഹത്തിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നതിനുണ്ട്, നാളുകളായിട്ട് ഉയർച്ചയില്ലാതെ വിഷമിക്കുന്നതിനുണ്ട്. കർത്താവെ, ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ യേശു വാക്ക് മാറാത്തവനാ, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. അങ്ങയുടെ കരം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവെ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി. ഒരു വലിയ അത്ഭുതം കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് ആദ്യ ചില ബിസിനസ്സുകൾ കർത്താവ് തുറന്നു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അറിയാം, സൗമ്യ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സൗമ്യയ്ക്ക് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുന്നു. അതേപോലെ തന്നെ അറിയാം കർത്താവെ, എന്നെ കാണുന്ന അറിയാം 2-3 ആൾക്കാർ അറിയാം ഒരു പുതിയ വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയാം, ജോലി നഷ്ടപ്പെട്ടു പോയി, അറിയാം ബിസിനസ് നടക്കുന്നില്ല, അറിയാം ഒരു വഴിയും തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 3 പേർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീലയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ചില രോഗക്കിടക്കയിൽ കിടക്കുന്നവർ ദൈവശക്തിയാൽ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചു എന്ന് പറയുവാൻ കർത്താവെ, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ അപ്പാ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ വലിയ വഴികൾ തുറക്കുന്നല്ലോ, വലിയ വാതിലുകൾ തുറക്കുന്നല്ലോ. ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ കർത്താവെ, വാതിൽ തുറന്നെന്നും അത്ഭുതം നടന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ വാതിൽ ഇപ്പോൾ തുറക്കട്ടെ അപ്പാ. നാളുകളായിട്ട് ഹല്ലേലൂയ വിവാഹം നടക്കാത്തവരുണ്ട്, തലമുറയില്ലാത്തവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. ഞാൻ ഈ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നല്ലോ. ആ കർത്താവിൻ്റെ കരം ഇപ്പോൾ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ചിലവരെ തൊട്ടതിനായി നന്ദി, ചിലവർ രോഗം മാറിയതിനായി സ്തോത്രം, ചിലവർക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നതിനായി നന്ദി. അറിയാം, ലില്ലി എന്ന് കാണിക്കുന്ന ഒരു പേര് കർത്താവ് കാണിക്കുന്നു. അത്ഭുതം വെളിപ്പെട്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകേഷിൻ്റെ ജീവിതത്തിൽ ഒരു വഴി തുറന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വലിയ കരം കാണേണ്ടതിനായിട്ട് ഹല്ലേലൂയ, നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന 811 വിളിക്കണമെന്ന് ഉറപ്പിക്കുന്നു. 9072 എന്ന് കാണുന്ന നമ്പർ വാട്സപ്പാണ്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം, വിളിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെങ്കിൽ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവപ്രവർത്തിക്കായിട്ട് നമുക്ക് ഒരുമിക്കാം പ്രിയരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ ഹല്ലേലൂയ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്പറിൽ വിളിക്കുകയും യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ തന്നെ അറിയാം ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. കർത്താവ് നിങ്ങളെ എല്ലാ നിലയിലും മാനിക്കട്ടെ. ആമേൻ.